ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജോബ് ഹണ്ടറിന്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് നമ്മുടെ കൊച്ചി ഇൻഫോ പാർക്ക്, അതുപോലെ കോഴിക്കോട് സൈബർ പാർക്ക്, ഇവിടെ പ്രവർത്തിച്ചു വരുന്ന വിവിധ കമ്പനികളിലെ ലേറ്റസ്റ്റ് വേക്കൻസീസുമായിട്ടാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഫ്രഷേഴ്സിനും അതുപോലെ എക്സ്പീരിയൻസ്ഡ് കാൻഡിഡേറ്റ്സിനുള്ള വേക്കൻസീസ് നോക്കുന്നുണ്ട്. അതേപോലെ ഈവൻ നിങ്ങൾ ഒരു നോൺ IT മേഖലയിൽ നിന്നുള്ള ഒരു കാൻഡിഡേറ്റ് ആണെങ്കിൽ പോലും നിങ്ങൾക്കിതിൽ വേക്കൻസീസ് വരുന്നുണ്ട്. സോ ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ്, ഏതൊക്കെ കമ്പനികളിലാണ് വേക്കൻസീസ് വന്നിട്ടുള്ളത് മുതലായ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. സോ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കടക്കാം. അതിനു മുന്നേ എനിക്ക് നിങ്ങളോട് ഒരു റിക്വസ്റ്റ് ഉള്ളത്, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി നിങ്ങളൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് പെട്ടെന്ന് കിട്ടാനായിട്ട് ആ ഒരു ബെൽ ബട്ടൺ കൂടി നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വേക്കൻസീസിലേക്ക് കടക്കാം. ഏറ്റവും ആദ്യം വേക്കൻസി വന്നിട്ടുള്ളത് ലോജിയോളജി എന്ന് പറയുന്ന കമ്പനിയിലാണ്. നമ്മുടെ കോഴിക്കോട് ഗവൺമെന്റ് സൈബർ പാർക്കിലാണ് ഈ വേക്കൻസീസ് വന്നിട്ടുള്ളത്. സോഫ്റ്റ്വെയർ സപ്പോർട്ട് എക്സിക്യൂട്ടീവ് എന്നൊരു പൊസിഷനിലേക്കാണ് വേക്കൻസീസ് വന്നിട്ടുള്ളത്. ഇതിന് അവർ ചോദിക്കുന്ന യോഗ്യത എന്ന് വെച്ചാൽ BCom അഥവാ MCom ആണ്. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പൊസിഷനാണ്. ഇനി ഈവൻ നിങ്ങൾക്ക് ഒരു 1 year ഒക്കെ ഈ ഒരു സമാന മേഖലയിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മേഖലയിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ logiology.com എന്നവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക. അതിൽ കരിയർ സെക്ഷനിൽ കയറിയാൽ നിങ്ങൾക്ക് ഈ ഒരു വേക്കൻസി കാണാൻ സാധിക്കുന്നതാണ്. അവിടെ നിങ്ങളുടെ റെസ്യൂമും മറ്റ് ഡീറ്റെയിൽസും അപ്ലോഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് മൊസിലോർ എന്ന് പറയുന്ന കമ്പനിയിലാണ്. നമ്മുടെ കാലിക്കറ്റിലും വേക്കൻസി വന്നിട്ടുണ്ട്, അതേപോലെ കൊച്ചി ഇൻഫോ പാർക്കിലും വേക്കൻസി വന്നിട്ടുണ്ട്. ജൂനിയർ PHP ഡെവലപ്പറിലാണ്, ആ ഒരു പൊസിഷനിലേക്കാണ് അവരിപ്പോൾ ഹയർ ചെയ്യുന്നത്. ഇതിന് അവർ ചോദിക്കുന്ന യോഗ്യത എന്ന് വെച്ചാൽ BTech അഥവാ MCA ആണ്. അത് 2023 പാസ് ഔട്ട് ഗ്രാജുവേറ്റ്സിനാണ്. അതായത് റീസെന്റ് ആയിട്ടുള്ള പാസ് ഔട്ട് ആയിട്ടുള്ള ഫ്രഷേഴ്സിനുള്ള ഒരു ആപ്ലിക്കേഷൻ പ്രോസസ്സാണ് ഇത് വരുന്നത്. 0 to 1 year ഓഫ് എക്സ്പീരിയൻസ് PHPയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് പ്രോഗ്രാമിങ്ങിലൊക്കെ ഒരു പാഷൻ ഉണ്ട്, ഇൻട്രസ്റ്റ് ഉണ്ട് നിങ്ങൾക്കെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് വളരെ നല്ലൊരു അവസരമാണിത്. കാരണം നമ്മുടെ കൊച്ചിയിലും കോഴിക്കോടിലും വേക്കൻസി വരുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് ലൊക്കേഷനാണ് ആപ്റ്റ് അത് നോക്കി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്യാനായിട്ട് mozilla.com എന്നവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക. അതിൽ കരിയർ സെക്ഷനിൽ കയറിയാൽ നിങ്ങൾക്ക് ഈ ഒരു റിക്രൂട്ട്മെന്റ് ഡീറ്റെയിൽസ് കാണാവുന്നതാണ്. അതിൽ കയറി വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഈ ഒരു പൊസിഷനിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് കൊച്ചി ഇൻഫോ പാർക്കിലുള്ള ആബാസോഫ്റ്റ് എന്ന് പറയുന്ന കമ്പനിയിലാണ്. അവിടെ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിന്റെ 4 വേക്കൻസീസ് വന്നിട്ടുണ്ട്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇമ്മീഡിയറ്റ് ജോയിനേഴ്സിനെയാണ് അവരിപ്പോൾ ഹയർ ചെയ്യുന്നത്. 4 to 6 years ഓഫ് എക്സ്പീരിയൻസ് ആണ് അവർ പറയുന്ന റിക്വയർമെന്റ് ചോദിക്കുന്നത്. ഏതൊക്കെ സ്കിൽസ് അവർ പറയുന്നത്, വെബ് ഫോംസ്, അതേപോലെ C ലാംഗ്വേജ്, ജാവാസ്ക്രിപ്റ്റ്, അജാക്സ്, ASP.NET ഈ സ്കിൽസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതായത് ഈ ഒരു മേഖലയിലൊക്കെ ഈ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലൊക്കെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പൊസിഷനിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങളുടെ CV അയച്ചു കൊടുത്തുകൊണ്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. admin.hr@abasoft.com എന്ന അവരുടെ ഒഫീഷ്യൽ ഇമെയിൽ IDയിലേക്ക് നിങ്ങളുടെ അപ്ഡേറ്റ് ആയിട്ടുള്ള റെസ്യൂം, നിങ്ങളുടെ എക്സ്പീരിയൻസ്, ക്വാളിഫിക്കേഷൻ, നിങ്ങളുടെ കറക്റ്റ് ഇമെയിൽ ID, കറക്റ്റ് കോൺടാക്ട് നമ്പർ ഇൻക്ലൂഡ് ചെയ്യുന്ന അപ്ഡേറ്റഡ് ആയിട്ടുള്ള റെസ്യൂം അയച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് ഫ്രഷേഴ്സിനുള്ള ഒരു ഇന്റേൺഷിപ്പ് ആണ്, ഒരു അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാം ആണ് വന്നിട്ടുള്ളത്. കൊച്ചി ഇൻഫോ പാർക്കിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. കൊച്ചി ഇൻഫോ പാർക്കിലുള്ള യൂറോലൈം എന്ന് പറയുന്ന കമ്പനിയിലാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത്. അപ്രന്റീസ്ഷിപ്പ് പൊസിഷനിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ഒരു നോൺ IT മേഖലയിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ഈ ഒരു അപ്രന്റീസ്ഷിപ്പിന്റെ ഡ്യൂറേഷൻ വരുന്നത് 1 year ആണ്. ലൊക്കേഷൻ ഞാൻ പറഞ്ഞു ഇൻഫോ പാർക്ക് കൊച്ചിയാണ് വരുന്നത്. നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെയാണ് അവർ ചോദിക്കുന്ന ബേസിക് റിക്വയർമെന്റ്. അതുകൂടാതെ നിങ്ങളൊരു ഫ്രഷർ ആയിരിക്കണം, 2022 23 പാസ് ഔട്ട് ആയ ഫ്രഷർ ആയിരിക്കണം എന്നാണ് അവർ പറയുന്ന മറ്റൊരു റിക്വയർമെന്റ്. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങളുടെ CV അയച്ചു കൊടുത്തുകൊണ്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. CV അയച്ചു കൊടുക്കേണ്ട അവരുടെ ഇമെയിൽ ID വരുന്നത് careers@eurolime.com എന്നാണ്. ഈ ഒരു ഇമെയിൽ IDയിലേക്ക് നിങ്ങളുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള CV അയച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക. അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് കൊച്ചി ഇൻഫോ പാർക്കിലുള്ള മാപ്പിൾ ടെക് സ്പേസ് എന്ന് പറയുന്ന കമ്പനിയിലാണ്. അവിടെ വേക്കൻസി വന്നിട്ടുള്ളത് 3 പൊസിഷനിലാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസിന്റെ വേക്കൻസി വന്നിട്ടുണ്ട്. 3 to 4 year ആണ് അവർ ചോദിക്കുന്ന എക്സ്പീരിയൻസ്. അതേപോലെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിന്റെ വേക്കൻസി വന്നിട്ട് 1 to 3 years ആണ് അവർ ചോദിക്കുന്ന എക്സ്പീരിയൻസ്. SEO സ്പെഷ്യലിസ്റ്റിന്റെ വേക്കൻസി വന്നിട്ടുണ്ട് 1 to 2 years ആണ് അവർ ചോദിക്കുന്നത്. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങളുടെ CV അയച്ചു കൊടുക്കുക. അയച്ചു കൊടുക്കേണ്ട ഇമെയിൽ ID വരുന്നത് careers@mapletechspace.com എന്നാണ് അവരുടെ ഇമെയിൽ ID വരുന്നത്. അതുകൂടാതെ സബ്ജക്ട് ടാഗിൽ നിങ്ങൾ ഏത് പൊസിഷനിലേക്കാണോ അപ്ലൈ ചെയ്യുന്നത് അത് കറക്റ്റ് മെൻഷൻ ചെയ്യാനും ശ്രദ്ധിക്കുക.
അടുത്ത വേക്കൻസിയും ഫ്രഷേഴ്സിനുള്ള ഒരു അവസരമാണ്. സോ ഇന്ത്യ എന്ന് പറയുന്ന കമ്പനിയിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്, കൊച്ചിയിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ഗ്രാജുവേറ്റ് അപ്രന്റീസ്, അതായത് ഒരു ബിസിനസ് ഡെവലപ്മെന്റ് മേഖലയിലാണ് ഈ വേക്കൻസി വന്നിട്ടുള്ളത്. ഒരു നോൺ IT മേഖലയിൽ നിന്നുള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പൊസിഷനാണ്. ഗ്രാജുവേറ്റ് അപ്രന്റീസ് എന്നാണ് പ്രോഗ്രാമിന്റെ പേര് വരുന്നത്. ഡ്യൂറേഷൻ വരുന്നത് 1 year തന്നെയാണ്. കാൻഡിഡേറ്റ് ഷുഡ് ബി റെഡി ടു വർക്ക് ഇൻ അവർ കാലിക്കറ്റ് ഓഫീസ് എന്ന് അവർ ബേസിക് ആയിട്ട് എടുത്ത് പറയുന്നുണ്ട്. ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൂടാതെ നാറ്റ്സ് രജിസ്ട്രേഷൻ, അതായത് ഒരു ഫ്രഷർ പ്രോഗ്രാമിൽ രജിസ്റ്റർ ചെയ്യണം എന്നൊരു കാര്യം അവർ പറയുന്നുണ്ട്. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ അവർ പറയുന്നത് ഏതെങ്കിലും വിഷയത്തിലുള്ള ഗ്രാജുവേഷൻ ആണ്. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങളുടെ CV അയച്ചു കൊടുക്കേണ്ട അവരുടെ ഇമെയിൽ ID വരുന്നത് recruit@ZOONDIA.in എന്നാണ്. സോ ഇത്രയും വേക്കൻസീസ് ആണ് നിലവിൽ ഇൻഫോ പാർക്കിലും നമ്മുടെ കോഴിക്കോട് സൈബർ പാർക്കിലുമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങളുടെ CV അയച്ചു കൊടുത്തുകൊണ്ട് അപ്ലൈ ചെയ്യുക. ഫ്രഷേഴ്സിനൊക്കെ സംബന്ധിച്ച് വളരെ നല്ലൊരു അവസരമാണ്. സോ ഈ ഒരു ഇൻഫർമേഷൻ, ഈ ഒരു വീഡിയോ, ഈ ഒരു ഡാറ്റാസ് അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.